മഹത്വത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന മഹത്വവാനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് പെന്തക്കോസ്ത് പെരുന്നാളിന് മുമ്പുള്ള നമ്മുടെ ഒരു കാത്തിരിപ്പിൻ്റെ 5-ാം ദിനത്തിൽ ഈ സങ്കേതമായിട്ട് നമ്മളെ ആകർഷിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുന്നു. വന്നിരിക്കുന്ന ബഹുമാന്യരായ പുരോഹിതരെയും സഹോദരീ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കുഞ്ഞുകുട്ടികളെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവർ യാത്രയിലാണ്, അവരെയും സ്വാഗതം ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയോ ഫോണിൽ കൂടിയും മറ്റും സന്ദേശങ്ങൾ അയച്ച് ഇന്നത്തെ ഈ പരിപാടി അനുഗ്രഹകരമാകുവാൻ ആത്മാവിലൂടെ സന്നിഹിതരായിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് പെന്തക്കോസ്ത് പെരുന്നാളിനുള്ള ഒരുക്കത്തിൻ്റെ ഇടയിലുള്ള ആ കാത്തിരിപ്പ് ധ്യാനം നമ്മളെ പുത്തൻ തുരുത്തികളാക്കി പുതിയ ആത്മാവിൽ പുതിയ വീഞ്ഞ് നിറഞ്ഞവരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാനം അനുഗ്രഹകരമാകുവാൻ ഒരു വേദഭാഗം വായിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആരാണെന്നും നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും നമ്മളെല്ലാവരെയും കൂടെ നമ്മുടെ ആത്മാവിൽ കർത്താവ് എങ്ങനെയാണ് പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങിയെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ സൽപ്രവൃത്തികൾക്കായിട്ട് മുൻകൂട്ടി ഒരുക്കപ്പെട്ട ആ വേല തികച്ച് പിതാവ് പുത്രനിൽ നമ്മളെ സൃഷ്ടിച്ച ആ വലിയ കാര്യം ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ എഫേസ്യ 2:10 നമ്മളെല്ലാവരും ആത്മാവിൽ ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട് പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. നമ്മൾ മാംസമേറ്റപ്പോൾ ആ ആത്മാവിനെയാണ് പുരോഹിതന്മാർ വീണ്ടും ജനത്തെ അനുഭവം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് നമ്മുടെ ദൈവമക്കളാക്കി മുദ്ര കുത്തിയെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ ജനനം, നമ്മുടെ ആത്മാവിലുള്ള കർത്താവിലെ ജനനം, വീണ്ടും ജനനം, ഈ ജനനങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ കർത്താവിന് നന്ദി പറയുന്ന ദിവസമാണെന്ന്. നമുക്കെല്ലാവർക്കും കൂടിയുള്ള ഒരു ജന്മദിനമാണ്. ലോകാരംഭത്തിന് മുമ്പേ നമ്മളെ കണ്ട് സൃഷ്ടിച്ച് പുത്രനെ ഏൽപ്പിച്ചതായ ആ വലിയ സംഭവം. ഇന്ന് നമ്മളിവിടെ നമ്മുടെ എല്ലാവരുടെയും ജന്മദിനം ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ സന്തോഷം നമ്മൾ ആസ്വദിക്കുന്നു. ദേവാലയങ്ങളിൽ വെച്ച് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വീണ്ടും ജനനത്തിനായി സമർപ്പിച്ച ദിവസം നമ്മൾ ഓർക്കുന്നു. വീണ്ടും ജനനത്തിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യം കാണാനും സാധിക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് പങ്കിട്ട് യേശു ക്രിസ്തുവിനെ തന്നെ നമ്മൾ ധരിക്കണമെന്നുള്ള തിരുവചനം അന്വർത്ഥമാക്കുവാൻ നീതിയുടെയും തേജസ്സിൻ്റെയും വസ്ത്രമായി നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ദേഹിയുടെ മണ്ഡലം രൂപാന്തരപ്പെട്ട് നമ്മൾ മഹത്വവാനായ കർത്താവിൻ്റെ മഹത്വം പങ്കിടുന്നവരാകുവാൻ ഇടയാകണമെന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ അലങ്കാരം ധരിച്ച യഹോവയെ നമസ്കരിക്കണം എന്നുള്ള 29-ാം സങ്കീർത്തനം നമ്മൾ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വിശുദ്ധമാകാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ തന്നെ ധരിക്കുന്നതിൻ്റെ പ്രതീകമായി നമ്മൾ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ മഹത്വവും ശക്തിയും സ്വർഗത്തിലേക്ക് ഈ ആരാധന സ്ഥലത്തോടെ വിടുകയാണ്. അത് സമാധാനം അന്വേഷക്തിയുമായി നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് നമുക്ക് മാത്രമല്ല 1000 തലമുറയ്ക്ക് വരെ അത് ഒഴുക്കി കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി തീരുവാൻ നമ്മുടെ ഈ കൂടുതൽ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ശരീരം ചലിക്കുന്ന ദേവാലയമായി എന്നും എപ്പോഴും ആരാധന നടക്കുന്ന സ്ഥലമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സുവിശേഷപരമായ നടപടികളിലേക്ക് നമ്മൾ ആനയിക്കപ്പെടണമെന്ന് നമ്മുടെ മാമോദീസായുടെ സ്നാനത്തിൻ്റെ അന്ന് ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തതാണ്. ഇതെല്ലാം പുതുക്കുന്ന സുദിനമാണ്. ഇപ്പോൾ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തരായ പുരോഹിതന്മാർ, മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാർ, അവരോടൊപ്പം ഇന്ന് പുതുതായി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പ്രതീക്ഷിക്കപ്പെടുന്ന 12 വയസ്സായ ഗോഡ്വിൻ എന്ന് പറയുന്നൊരു ബാലൻ, ഇവരോടൊപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളെ ചലിക്കുന്ന ദേവാലയങ്ങളാകുവാൻ, നമ്മൾ അണിയുന്ന വസ്ത്രങ്ങൾ കർത്താവിനെ ധരിക്കുന്നതിൻ്റെ പ്രതീകമാകാൻ വേണ്ടി ഇപ്പോൾ ഒരു സമർപ്പണ പ്രാർത്ഥന നടത്തുകയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. പുതുതായി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ആ ബാലന്, ആ ഭവനത്തിന് നമ്മുടെ സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആ ബാലന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ദൈവത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് പ്രാർത്ഥിക്കുക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് താനും നാദാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാദാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. സ്തോത്രം കർത്താവേ, സ്തോത്രമായിരമായിരമായി അനവധിയായി സ്തോത്രം വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. ആരാധന എന്നും നടക്കുന്ന സ്വർഗവുമായി നമ്മളെ ഒന്നിപ്പിച്ച് ആരാധന നമ്മൾ നിന്നു പോകാതിരിക്കാൻ തക്കവണ്ണം വചനം പ്രകാരം നമ്മളെ ഒരിക്കൽ കൂടെ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ വായിച്ചു കേൾക്കാൻ പോകുന്ന വേദഭാഗം റോമർ 12 അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. നമ്മൾ ജീവനുള്ള ആരാധനയായി നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചാൽ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവം തിരിച്ചറിഞ്ഞ് ദൈവവേല ചെയ്ത് സഭയാകുന്ന ശരീരത്തിൻ്റെ തലയായ കർത്താവിനോട് ചേരുന്ന ഉടലായി ആ ഉടലിലെ അവയവങ്ങളായി നമുക്ക് ശോഭിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമ്മളെല്ലാവരും നമ്മുടെ സമർപ്പണം പുതുക്കുകയാണ്. അതിനാധാരമായ ചില വേദഭാഗങ്ങളോട് ഇപ്പോൾ വായിക്കുകയാണ്. വചനത്താൽ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവത്തിൻ്റെ ഈ ആരാധനയിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന എന്ന് നിങ്ങൾ പ്രതിവാക്യമായി ചൊല്ലണം. ഓരോ വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അന്വർത്ഥമാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. നിയമാവർത്തനം 6 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പ്രതിവാക്യം ചൊല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. നിയമാവർത്തനം 6:13 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുകയും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുകയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയ ആദരവോടുകൂടെ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. സങ്കീർത്തനം 99:9 അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുകയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നിത്യം മഹത്വം സ്തുതി നന്ദി ആരാധന. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ എന്നെ ആരാധിക്കുവാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും. ഈ കുഞ്ഞിനെ വളർത്തിയ മാതാപിതാക്കൾ കുഞ്ഞിനെ ആരാധനയ്ക്ക് വിട്ടിരിക്കുക. മാലാഖയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് അങ്ങനെ കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ ദൈവം അങ്ങനെ മാതാപിതാക്കൾ വളർത്തിയ കുഞ്ഞിനെ ഇതാ ഇവിടെ ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. കർത്താവ് 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി പിതാവിൻ്റെ കൂടെ ഇരുന്നതുപോലെ ഇപ്പോൾ ഈ കുഞ്ഞെ മുട്ടുകുത്തി പിതാവിൻ്റെ കൂടെ നോക്കുകയാണ്. നമുക്കെല്ലാവരും ഒരു മാതൃകയാകട്ടെ. യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാം എന്റെ മുമ്പിൽ ആരാധനയ്ക്കായി വരും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി നിത്യം മഹത്വം ആരാധന. പുരോഹിതന്മാരെ അനുഗ്രഹിച്ച് ഇതിനെ അണിയിച്ച് അതുവായിലേക്ക് കൊടുത്തിട്ടുണ്ട്.
ഈ കുഞ്ഞിനെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. രഹസ്യമായ പ്രാർത്ഥനകളെല്ലാം നടന്നു കഴിഞ്ഞാണ്. സത്യകുംഭസാരം നടത്തി, പ്രബോധനങ്ങൾ പ്രാപിച്ചു, മാതാപിതാക്കൾ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി, എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞിരിക്കുക. ഇനിയും ബാഹ്യമായതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ പുരോഹിതന്മാർ വാഴ്ത്തിയതായ ആ വെഞ്ചരിച്ചതായ ആ വസ്ത്രം ഇപ്പോൾ അണിയിച്ചുകൊണ്ട് ആരാധനത്തിലേക്ക് പ്രവേശിക്കുക. മഹത്വം എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പുതിയ പെന്തക്കോസ്തയാണ്. നമ്മുടെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പുത്തൻ പെന്തക്കോസ്തയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നമ്മുടെ യുവജനങ്ങൾക്കും, നമ്മുടെ ദമ്പതിമാർക്കും, നമ്മുടെ സമർപ്പിതർക്കും, സകല വ്യക്തികൾക്കും ഇന്ന് ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ഈ ഒരു പെന്തക്കോസ്തയുടെ അനുഭവമാണ്. എന്താണ് പെന്തക്കോസ്ത അനുഭവം നമുക്ക് നൽകുന്നത്? നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം അവിടെ 4-ാം വചനത്തിൽ പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് പുതിയ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് ഈ പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടായത്? പെന്തക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഈ പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാകുവാനായി 3 കാര്യങ്ങൾ പ്രത്യേകം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-2 അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ തിരുവചന ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. എന്തുകൊണ്ടാണ് സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീനാവുകൾ രൂപത്തിൽ ഒരു പെന്തക്കോസ്തയുടെ അനുഭവമായി ശിഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്? ഒന്നാമത്തെ കാരണം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം അവിടെ 4-5 വചനങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവചനമാണത്. എന്താണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്? യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഹല്ലേലൂയ! സ്വരമുയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമായ കർത്താവ് തന്റെ ശിഷ്യരെ നോക്കി പ്രകാരം പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഇതൊരു കൽപ്പനയായിരുന്നു. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ പെന്തക്കോസ്തയുടെ അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഒഴുകപ്പെടണമെങ്കിൽ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന നിർദ്ദേശം? കർത്താവ് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്താ കാര്യം? ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അപ്പൊ ശിഷ്യന്മാർക്ക് പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടായതിന്റെ ഒരു പ്രധാന കാരണം, ഒന്നാമത്തെ കാരണം, അവർ കർത്താവിന്റെ വാക്കുകളെ പൂർണ്ണമായും അനുസരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1:12 പറയാണ്, അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജെറുസലേം വിട്ട്, കാരണം ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. കർത്താവിന്റെ ഈ വാക്കുകള് പൂർണ്ണമായും അപ്പോസ്തലന്മാർ അനുസരിക്കുകയാണ്. നമുക്കറിയാം, അവർ ജെറുസലേമിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ അവിടെ മുൻപിലുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെ, ഈ പ്രതികൂലങ്ങളെയൊക്കെ അവരെ തരണം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പെന്തക്കോസ്തയുടെ അനുഭവം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ
പൂർണ്ണമായും കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്നവരാകണം. എവിടെ അനുസരണമുണ്ടോ അവിടെയാണ് അഭിഷേകമുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ അഭിഷേകമുള്ളത്? അഭിഷേകമുള്ളത് എവിടെയാ? പ്രിയപ്പെട്ടവരെ, ആരൊക്കെ കർത്താവിനെ അനുസരിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന്റെ അഭിഷേകമായി, കൃപയുടെ അഭിഷേകമായി, വചനത്തിന്റെ അഭിഷേകമായി, സൗഖ്യത്തിന്റെ അഭിഷേകമായി, ആനന്ദത്തിന്റെ അഭിഷേകമായി നിറഞ്ഞൊഴുകുന്നത്. ശിഷ്യന്മാര് പരിശുദ്ധാത്മാവ് നിറയപ്പെടാനുള്ള കാരണം അവർ വില കൊടുത്ത് കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചു. അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ജെറുസലേമിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സാഹസമാണ്. കാരണം അത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ശിഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപാട് പ്രതികൂലങ്ങൾ അവരുടെ മുൻപിലുണ്ട്. പക്ഷെ ഈ പ്രതികൂലങ്ങളൊന്നും അവരെ അസ്വസ്ഥരാക്കിയില്ല. ഈ പ്രതിബന്ധങ്ങളൊന്നും അവരെ ഭയപ്പെടുത്തിയില്ല. അവർ പൂർണ്ണമായും കർത്താവിന്റെ വചനത്തെ അനുസരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മൾ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്നുണ്ട്, എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ 34-ാമത്തെ വചനത്തിലെ സമാഗമ കൂടാരം കർത്താവിനായി പ്രതിഷ്ഠ ചെയ്യുകയാണ്. ഈ പ്രതിഷ്ഠ സമയത്ത് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ്. എന്താ സംഭവിച്ചത്? അപ്പോൾ ഒരു വലിയ മേഘം കൂടാരത്തിൽ വന്നു നിറഞ്ഞു. ഒരു വലിയ മേഘം കർത്താവിന്റെ കൂടാരത്തിൽ നിറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം സമാഗമ കൂടാരത്തെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ശ്രദ്ധിക്കണം, ഒരു വലിയ മേഘം കർത്താവിന്റെ കൂടാരത്തിൽ നിറയുകയാണ്. ഏതാണ് ഈ മേഘം? ദൈവത്തിന്റെ മഹത്വമേറിയ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ ശക്തമേറിയ സാന്നിധ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സമാഗമ കൂടാരം കർത്താവിനായി പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തമായ മഹത്വം, ദൈവത്തിന്റെ ശക്തമായ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. കൂടാരം മുഴുവൻ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ കൂടാരത്തിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്നത്? എന്തുകൊണ്ടാണത്? അതൊരു വലിയ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു പുതിയ ബന്ധക്കൊസ്തയായി നമ്മുടെ ജീവിതത്തിൽ കത്തിജ്വലിക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്, ആ സമാഗമ കൂടാരത്തിലേക്ക് ആ മഹത്വം ഇറങ്ങി വരുവാനുള്ള കാരണം അവിടെ 40-ാം അധ്യായം, പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വചനങ്ങൾ എടുക്കുന്നത് വായിച്ച്. മോശ അപ്രകാരം പ്രവർത്തിച്ചു, കർത്താവ് കൽപ്പിച്ചതുപോലെ എല്ലാം മോശ പ്രവർത്തിച്ചു. 19-ാമത്തെ വാക്യം വായിച്ച്. 19-ാമത്തെ വാക്യം, കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ വിശുദ്ധ കൂടാരത്തിന്റെ പുറമൂടി ഒരുക്കുകയാണ്. 21-ാമത്തെ വാക്യം വായിച്ച്. 21-ാമത്തെ വാക്യം, കണ്ടുകൾ ഇട്ടു, പേടകത്തിന് മീതെ കൃപാസനം പിടിപ്പിച്ചു, പേടകം വിശുദ്ധ കൂടാരത്തിൽ കൊണ്ടുവന്നു, തിരിശീലയിട്ട് സാക്ഷ്യ പേടകം മറച്ചു. ശ്രദ്ധിക്കുക, 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യ പേടകം ഒരുക്കുകയാണ്. വീണ്ടും 23-ാമത്തെ വചനത്തിൽ പറയാണ്, അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പം വയ്ക്കുകയാണ്. വീണ്ടും 25-ാമത്തെ വാക്യം പറയാണ്, കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വയ്ക്കുകയാണ്. 27-ാമത്തെ വാക്യം പറയാണ്, കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കുകയാണ്. വീണ്ടും 29-ാമത്തെ വാക്യം, കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയാണ്. 32-ാമത്തെ വാക്യം പറയാണ്, കർത്താവ് മോശ കൽപ്പിച്ചതുപോലെ. അതിന്റെ അവസാന വചനത്തിൽ പറയാണ്, അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരം നിർമ്മിച്ചപ്പോഴാണ്, കർത്താവിന്റെ കൽപ്പന പോലെ മോശ അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കൂടാര പ്രതിഷ്ഠ സമയത്ത് ദൈവത്തിന്റെ മഹത്വം ആ കൂടാരത്തിൽ നിറഞ്ഞു നിന്നത്.
ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതുപോലെയാണോ ഇന്ന് ഞാൻ എന്റെ ജീവിതം നയിക്കുന്നത്? കർത്താവ് പറഞ്ഞതുപോലെയാണോ എന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്? കർത്താവ് പറഞ്ഞതുപോലെയാണോ എന്റെ പ്രവർത്തന മേഖലകളെ ഞാൻ ക്രമപ്പെടുത്തുന്നത്? നമ്മളിത് വളരെ ശ്രദ്ധിക്കണം. ഒരു പുതിയ ബന്ധക്കുറിച്ചുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ വചനപ്രകാരം ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു ഉറച്ച തീരുമാനം പ്രിയ ദൈവത്തിന്റെ ജനമേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ മേഖലയിൽ അനുസരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുസരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശിഷ്യന്മാര് ചിന്തിക്കുക, എന്തിനിപ്പോ ജെറുസലേമിലേക്ക് പോകുന്നത്? അവർ ചിന്തിക്കുകയാണ്, അവർക്ക് തോന്നിയതുപോലെ അവർ ഒരിടത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അനുഭവം ഒരിക്കലും കിട്ടുമായിരുന്നില്ല. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കേണ്ട ചില കൃത്യമായ വഴികൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ സംസാരിക്കേണ്ട രീതികള്, നമ്മൾ പ്രവർത്തിക്കേണ്ട രീതികള്, നമ്മുടെ കുടുംബം എപ്രകാരമാകണം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ പറഞ്ഞ്, എവിടെ അനുസരണമുണ്ടോ അവിടെ അഭിഷേകമുണ്ട്. എവിടെയാണ് അഭിഷേകം? നമ്മൾ ഇന്ന് അഭിഷേകത്തിന് വേണ്ടി അനേകം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ദൈവത്തെ അനുസരിക്കുവാൻ എന്ത് വില കൊടുത്തും, തലപോണെങ്കിൽ പോട്ടെ, അതിനുവേണ്ടി എന്ത് നഷ്ടം സഹിക്കാനും എന്ത് ത്യാഗം ഏറ്റെടുക്കുവാനും നമ്മൾ തയ്യാറായി കർത്താവിന്റെ വചനങ്ങളെ പ്രമാണിക്കുവാനുള്ള ഒരു തീരുമാനം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ പുതിയ പെന്തക്കോസ്തയുടെ അഗ്നി കത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തീരുമാനമാണ് കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ? കർത്താവിനെ കരയിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ കുടുംബത്തിലുണ്ടോ? കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ വെച്ചു പുലർത്തുന്നുണ്ടോ? കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷത്തിന് മുൻപിലിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. ചിലരോട് പറയാറുണ്ട്, ബ്രദറെ ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു അഭിഷേകത്തിനോട് പ്രാർത്ഥിക്കുന്നു, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളൊക്കെ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നില്ലേ, തീ കത്തിക്ക എന്നെ സ്വർഗീയ രാജാവേ തീ. ഇങ്ങനെ തീ കത്തിക്കാൻ ഇങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പാടി തളരാന്നല്ലാതെ തീ വരുന്നില്ലല്ലോ ബ്രദറെ. എന്താ തീ വരാത്തത്? തീ വരാത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ചോർന്നു പോയിട്ടാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മൾ ചില പത്രങ്ങളിലൊക്കെ ചില സമയം നമ്മൾ കാണാറുണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് തീ പിടിച്ചു, 6 പേര് മരിച്ചു, 28 പേർക്ക് പൊള്ളലേറ്റു, ഇന്ന സ്ഥലത്ത് അഗ്നിബാധയുണ്ടായി. നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അവിടെ തീ പിടിച്ചത്? നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് അവിടെ തീ പിടിച്ചത്? ഒറ്റ കാര്യമുള്ളൂ, തീ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒറ്റടിക്ക് വന്നപ്പോൾ തന്നെ സ്പാർക്ക് ഉണ്ടാവുകയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മൾ ഒരുക്കുമ്പോഴാണ് ആത്മാവിന്റെ തീ നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം അതിന് യോഗ്യമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി വേറെ അഗ്നി കത്തും. പല അഗ്നികളും വേറെയുണ്ട്. ദൈവാത്മാവിന്റെ തീ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ സഹോദരി, നമ്മുടെ ജീവിതം അതിന് യോഗ്യമുള്ളതായി തീരണം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, എന്റെ കുടുംബം ഇന്ന് കർത്താവ് പറയുന്നത് പോലെയാണോ പോകുന്നത്? അത് എനിക്ക് തോന്നിയത് പോലെയാണോ? എന്റെ ഇഷ്ടങ്ങളും എന്റെ ആഗ്രഹങ്ങളും
എന്റെ പദ്ധതികളും എന്റെ തീരുമാനങ്ങളുമാണോ എന്റെ കുടുംബത്തിൽ ഞാൻ നടപ്പാക്കുന്നത്, അതോ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആലോചനകളാണോ? ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ആഫ്രിക്കൻ ദൈവം ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ സഭയെ ശക്തമായിട്ട് ദൈവം ഉണർത്തുവാൻ ഉപയോഗിക്കുന്ന മിഷണറി ഉണ്ട്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ക്രീനിൽ നമ്മളിങ്ങനെ സ്ക്രീനിൽ പലതും കാണുന്ന പോലെ സ്ക്രീനിൽ കർത്താവ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ മനുഷ്യന്റെ ആത്മാവിന്റെ സ്ഥിതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവ് നമ്മുടെ ആത്മാവിനെ കാണുന്നത് പോലെ ഒരു സെക്കൻഡ് നമ്മൾ നമ്മുടെ ആത്മാവിനൊന്ന് കണ്ടാൽ മതി, നമ്മുടെ ജീവിതം അപ്പോൾ രൂപാന്തരപ്പെടും. അപ്പോൾ മാനസാന്തരത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് വരും. ഇന്ന് നമ്മുടെ ഒരു വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ആത്മസ്ഥിതി, നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകളെ പിശാചിന്ന് കുരുട്ടാക്കി വെച്ചിരിക്കുക, അന്ധമാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അനേകർ ചിന്തിക്കുന്നത് ഇനി എന്തോന്ന് മാനസാന്തരം, ഇനി അത്യാവശ്യം മാനസാന്തരമൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് തഴക്കം. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഓർക്ക പറഞ്ഞേ. നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ തഴക്കത്തിലോട്ട് വന്ന് യഥാർത്ഥ ദൈവാനുഭവത്തിൽ നിന്ന് മാറിപ്പോയി. അടുത്തിരിക്കുന്ന ആളോട് പറയുന്നത് വലിയ അപകടമാണ്. പറഞ്ഞേ, ഇന്നത്തെ സ്പിരിച്വാലിറ്റിയുള്ള വിഷയത ഈ തഴക്കം. എന്തോരം വചനം കേട്ടിരിക്കുന്നല്ലേ, എന്തോരം ഇത് എത്രാമത്തെ ബന്ധക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങണേ, എന്തോരം കേട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കണേ, ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കണേ. ഇങ്ങനെ കണ്ടും കേട്ടും തഴക്കമായിട്ട് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാൻ നമുക്ക് പലപ്പം പറ്റുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോരം കേട്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മള് ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ജൂൺ 4-ാം തീയതി സാർവത്രിക സഭയിൽ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ പെന്തക്കോസ്തയുടെ അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്ന് നമ്മെ തന്നെ പരിശോധിക്കണം. കർത്താവേ, നിനക്ക് വേദനിപ്പിക്കുന്ന, കർത്താവേ, അങ്ങേക്ക് ഹിതകരമല്ലാത്ത എന്തെങ്കിലും എന്റെ കുടുംബത്തിലുണ്ടോ, എന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും അതിനെ വലിച്ചെറിഞ്ഞ് കർത്താവിന്റെ ഹിതത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു സമർപ്പണമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അവസ്ഥ കാണിച്ചു കൊടുത്തു. അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് ഒരു കാറോടിച്ച് പോവാണ്. ഒരു ട്രാഫിക് സിഗ്നലിൽ എത്തിയപ്പോൾ കാർ അവിടെ നിൽക്കുകയാണ്. ഒരു 10-19-20 വയസ്സ് പ്രായമുള്ള ഒരു നല്ല മിടിമിടിക്കിയ സുന്ദരിയായ ഒരു പെൺകുട്ടി ആ ട്രാഫിക് സിഗ്നലിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സമയത്ത് കർത്താവിന്റെ ആത്മാവ് അദ്ദേഹത്തെ വിളിച്ചു, ജോൺ, 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 ജോൺ. കർത്താവ് അദ്ദേഹം ആ ശബ്ദം കേട്ടു. അദ്ദേഹം പറഞ്ഞു, യെസ് ലോർഡ്. കർത്താവ് എന്താ നിനക്ക് പറയാനുള്ളത്? ഈ സമയത്ത് അദ്ദേഹം കൃത്യമായി കർത്താവിന്റെ ശബ്ദം കേൾക്കുകയാണ്. നീ ആ പെൺകുട്ടിയുടെ ഉടുപ്പ് ഊരിക്കളഞ്ഞു. കർത്താവ് അത്രേ പറഞ്ഞു. നീ ആ പെൺകുട്ടിയുടെ ഉടുപ്പ് ഊരിക്കളഞ്ഞു. അദ്ദേഹം കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഒരു സെക്കൻഡ് ആ പെൺകുട്ടിയെ വിവസ്ത്രയായി ഒന്ന് ചിന്തിച്ചു. ഒരൊറ്റ ചിന്ത. ആ ചിന്ത കർത്താവിന്റെ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. കർത്താവ് പറഞ്ഞു, എന്റെ ശുശ്രൂഷകനായ നിന്റെ ഈ ചിന്ത അതെന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവമാണ്. അവിടത്തേക്ക് അശുദ്ധിയുമായി യാതൊരു ഇടപാടുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞെന്ന് പറഞ്ഞേ. അതുകൊണ്ട് പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ യഥാർത്ഥ പെന്തക്കോസ്തയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമാകണമെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനം എനിക്കുണ്ടാകണം. എന്റെ കുടുംബത്തെ ക്രമപ്പെടുത്തുവാനുള്ള തീരുമാനം എനിക്കുണ്ടാകണം.
നിയമാവർത്തന പുസ്തകം 7:26 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കർത്താവിന് നിന്ദ്യമായ ഒരു വസ്തുവും നിന്റെ ഭവനത്തിലേക്ക്, എല്ലാവരും വലതുകരം എന്ന് പറഞ്ഞ്, കർത്താവിന് നിന്ദ്യമായ ഒരു വസ്തുവും നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഇന്നെന്റെ ഭവനത്തിലുണ്ടോ? ഉണ്ടോ? കർത്താവിനെ സങ്കടപ്പെടുന്ന എന്തെങ്കിലും ഇന്നെന്റെ ഭവനാന്തരീക്ഷത്തിലുണ്ടോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ജീവിതത്തിലുണ്ടോ? ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലുണ്ടോ? ഒരു അപ്പൻ എന്ന നിലയിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികള്, ശൈലികള്, സ്വഭാവങ്ങള് എന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ എങ്കിലേ ഉണ്ടോ? ഉണ്ടോ? പരിശോധിക്കണം. ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ എന്റെ കർത്താവിനെ വേദനിപ്പിക്കുന്ന, എന്റെ കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന, എന്റെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും ഇന്ന് എന്റെ ജീവിതത്തിലുണ്ടോ? ആത്മശോധന ചെയ്യണം ദൈവമക്കളെ. അത് തിരിച്ചറിയാതെ നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാവില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? അവിടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ് ശ്ലീഹ ദൈവജനത്തോട് സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പത്രോസ് ശ്ലീഹ പറയുന്നത്? ഓർക്ക വായിച്ചോ? ഈ സംഗതികൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. ഏത്? കർത്താവിന്റെ പീഡാസഹനങ്ങൾക്ക്, കർത്താവിന്റെ കുരിശുമരണത്തിന്, കർത്താവിന്റെ ഉത്ഥാനത്തിന്, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങളുടെ ബുദ്ധിയിൽ മെനഞ്ഞൊരു കൽപ്പിത കഥയല്ല ഇത്. അത് ചുമ്മാ ഒരു സ്റ്റോറിയല്ല, അതൊരു കെട്ടുകഥയല്ല, അതൊരു മിഥ്യാധാരണയല്ല. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതാണ്, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടതാണ്, ഞങ്ങൾ ഹൃദയം കൊണ്ട് അനുഭവിച്ചതാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഹല്ലേലൂയ. എന്തോരം വലിയൊരു ഗോഡ് എക്സ്പീരിയൻസ് ആണത്, എന്തോരം വലിയൊരു ദൈവാനുഭവമാണത്. പത്രോസ് ശ്ലീഹ പറയുക, ഞങ്ങളത് കണ്ടു. എന്ത് കണ്ടു? ഞങ്ങളുടെ കർത്താവിന്റെ കുരിശുമരണം ഞങ്ങൾ കണ്ടു. ഉദ്ധിതനായ കർത്താവിനെ ഞങ്ങൾ കണ്ടു. വീണ്ടും അവര് പറഞ്ഞു, ഞങ്ങൾ കണ്ടു ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവന്റെ സാക്ഷികളാണ്. ഹല്ലേലൂയ. അല്ലാതെ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ബുദ്ധിയിൽ മെനഞ്ഞെടുത്ത കഥകളൊന്നുമല്ല ഇത്. ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച സത്യ പറയുന്നതെന്ന് എന്റെ പത്രോസ് എന്താ പറഞ്ഞ? ഞങ്ങൾ വായിച്ചേ. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവം ആർക്കാ കൊടുക്കുന്നത്? എല്ലാവർക്കും കൊടുക്കും? എല്ലാവർക്കും കൊടുക്കില്ല. മാമോദീസയുടെ ശൈലേപനത്തോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, ഒരു സംശയവുമില്ല. എന്നാൽ ആ അഭിഷേകം നമ്മളിൽ വളരണമെങ്കിൽ, അഭിഷേകം നമ്മൾ ഉയരണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ശക്തിപ്പെടണമെങ്കിൽ അതിന് ദൈവം പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താ? ഒബീഡിയൻസ്, അനുസരണം. ആർക്കാണ് കർത്താവ് അഭിഷേകം നൽകുന്നത്? ആർക്കാണ് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നൽകുന്നത്? ദൈവത്തെ അനുസരിക്കുന്നവർക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ഒരു 3 പേരോട് പറഞ്ഞ്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക്. അവർക്കൊക്കെ പറഞ്ഞ്, അവർക്കാണ് പെന്തക്കോസ്ത് ഉണ്ടാവുന്നത്, അവർക്കാണ് പെന്തക്കോസ്ത് ഉണ്ടാവുന്നത്, അവർക്കാണ് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാവുന്നത്. ഇന്ന് കരമടി ഈശോയ്ക്ക് ബന്ധം കൊടുത്തേ. പോരാ പോരാ. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് എന്തുണ്ടാകുന്നു? അപ്പൊ എന്തുകൊണ്ട് അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് തീനാവൻ രൂപത്തിൽ ഇറങ്ങി വന്ന് അവരെ അഭിഷേകം ചെയ്ത്? എന്താ കാരണം? അവർ കർത്താവിന്റെ വാക്കുകൾ, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നുള്ള വാക്ക് അവരെ അനുസരിക്കുകയാണ്. അവർ തീരുമാനിച്ചു. നിങ്ങൾ ചിന്തിക്കണം, അവ എളുപ്പമൊന്നല്ല. അവരവിടെ ആ സമയത്ത് കലുഷിതമായ അവസ്ഥയാണ്. ജെറുസലേമില് വളരെ കലുഷിതമായ അവസ്ഥയാ. ചിലപ്പോൾ ഇവരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു എന്ന് വരും. ഞാനൊരു കാര്യം പറയട്ടെ, സ്വന്തം ജീവനേക്കാൾ അധികമായി ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നവോ അവർക്കാണ് പെന്തക്കോസ്ത് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ.
അതിനേക്കാൾ അധികമായി ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവർക്ക് എന്ത് ലഭിക്കുന്നു? അവർക്ക് പെന്തക്കോസ്ത് ഉണ്ടാവുന്നു. അവരാണ് റിയൽ പെന്തക്കോസ്റ്റ് എക്സ്പീരിയൻസിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇത് തിരിച്ചറിയണം ദൈവമക്കളെ, നമ്മളിത് തിരിച്ചറിയണം. കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സ്വർഗീയ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. കർത്താവേ, ഇതെന്തുമാത്രം നിന്റെ വാക്കുകൾക്ക് എന്റെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. ഇത് പരിശോധിച്ചിട്ട് വേണം പെന്തക്കോസ്തിന് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ അനുസരണക്കേട് കർത്താവിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്, ഒരുപാട് വിഷമിപ്പിക്കും. ഞാൻ ഇപ്പോൾ ഓർക്കാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞു, മകനെ നീ ന്യൂസ് പേപ്പർ വായിക്കണ്ട. ഇത് എനിക്കുള്ളൊരു പേഴ്സണൽ മെസ്സേജാണ്. നീ പത്രങ്ങളൊന്നും വായിക്കണ്ട. നിനക്ക് എന്താണ് അറിയേണ്ടത് അത് ഞാൻ നിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിച്ചോളാം. കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ കീഴ്പ്പെട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ മാസങ്ങളും 1-2 വർഷമൊക്കെ കഴിഞ്ഞു. കേരളത്തിലെ ഒരു പ്രശ്നം ഇങ്ങനെ കത്തിക്കേറി നിൽക്കുകയാണ്. എല്ലാ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ വാർത്ത. ഒരു ദിവസം ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോവാണ്. എന്റെ തൊട്ടടുത്തൊരു ചേട്ടായി മലയാള മനോരമയുടെ വലിയൊരു പത്രവും പിടിച്ച് അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ട് അരിച്ച് പറക്കി വായിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു ചേട്ടായി, ഈ എന്റെ അരികിൽ തന്നെ വന്നിരുന്ന് ഇത്രയും അരിച്ച് പറക്കി വായിക്കണോ? വീട്ടിൽ പോയിട്ട് ഈ ബസ്സിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കണോ? ഇദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് എന്റെ ഇമോഷനെ, എന്റെ വികാരങ്ങളെ തൊട്ടുണർത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു, കർത്താവേ, ഞാൻ പത്രം ഒന്നും വായിക്കുന്നില്ല, ആ മെയിൻ ഹെഡിങ് മാത്രമേ, ടൈറ്റിൽ മാത്രമേ വായിക്കുന്നുള്ളൂ കർത്താവേ. അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ വശം കെട്ടുപോയി. ഞാൻ ഇടക്കണ്ണിട്ട് ആ മെയിൻ ടൈറ്റിൽ ഒന്ന് വായിക്കുമ്പോ ദൈവാത്മനോട് പറഞ്ഞു, സന്തോഷം മോനെ, നോ. ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ ഹോളി സ്പിരിറ്റ്, മിണ്ടിപ്പോരുത്. ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മ പറയുമ്പോൾ നമ്മൾ എന്തു പറയും? ഇപ്പടപെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയുണ്ടായുള്ള അന്ന് രാത്രി പേഴ്സണൽ ഇരിക്കുകയാണ്, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ അഭിഷേകം അനുഭവപ്പെടുന്നില്ല. ദൈവത്തിന്റെ മഹത്വം പ്രകാശിക്കുന്നൊരു അനുഭവം കിട്ടുന്നില്ല. ഞാൻ ജപമാല ചൊല്ലി കുറെ പ്രാർത്ഥിച്ചു, കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു, കുറച്ച് സമയം ഭാഷാപരത്തിന് പെൻസിൽ പ്രാർത്ഥിച്ചു. ഇതൊക്കെയായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവെ, എന്താ പറ്റിയത്? കർത്താവ്, നീ എന്നോടൊന്ന് സംസാരിക്കേ, എന്നെ വിട്ടുപോകരുത് കർത്താവെ. ഈ സമയത്ത് കൃത്യം ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, ഡിസൊബീഡിയൻസ് എന്നുള്ള ശബ്ദം സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാണ്. ഇടക്കന്നിട്ട് അമ്മയും ഹെഡിങ്ങിനെ വായിക്കുന്നത്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നത് പലതും കർത്താവ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ തല പോണ കേസാണെങ്കിലും അത് വില കൊടുത്ത് അനുസരിക്കാനുള്ള സമർപ്പണം പ്രിയ ദൈവത്തിന്റെ പൈതലെ നിനക്കുണ്ടായാൽ നിന്റെ ജീവിതം പെന്തക്കോസ്തയുടെ ജീവിതമായിട്ട് മാറും. ഹല്ലേലൂയ. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറയുമ്പോ ഒരു അഭിഷേകം കർത്താവ് തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം. എന്റെ കർത്താവെ, എന്റെ ബുദ്ധി പറയുന്നതോ, എന്റെ ഇന്നോളമുള്ള അനുഭവങ്ങൾ പറയുന്നതോ, എന്റെ പരിചയങ്ങൾ പറയുന്നതോ, എന്റെ പ്രിയപ്പെട്ടവർ പറയുന്നതോ, എന്റെ നാട്ടുകാർ പറയുന്നതോ, എന്റെ ജീവിത പങ്കാളി പറയുന്നതോ ഒക്കെ ശരി, ഞാൻ അവരെ മാനിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, കരുതുന്നു കർത്താവെ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കർത്താവെ, നിന്റെ വാക്കുകൾക്ക്, നിന്റെ വചനങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കും, ഞാൻ അതിന് പ്രിയോറിറ്റി കൊടുക്കും, ഞാൻ അത് അനുസരിക്കും. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാവണം.
ഈ ഒരു തീരുമാനം. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവഹിതം കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ 100 പേരോട് ചോദിച്ച് നടക്കേണ്ട ആവശ്യം. അത് നിന്നെ മൊത്തം വിഷയത്തിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ടത്, ഈ ഗർഭം ധരിച്ചൊരു നല്ല കാര്യമാണ് അമ്മച്ചി പറഞ്ഞത്. കേൾക്കാൻ പറ്റുന്നില്ല. കല്യാണം സമ്മതം കഴിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് പറയാ നീ ഗർഭം ധരിച്ചൊരു നല്ല കാര്യമാണോ? നല്ല കാര്യമാണോ പറഞ്ഞത്? ഏതൊരു പെണ്ണിന്റെയും ഉടനെ മറിയം പറഞ്ഞു, മാലാഖ ഒരു മിനിറ്റ് നിൽക്കി, ഞാനൊരു മിസ്ഡ് കോൾ അടിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കട്ടെ ഔസപിതാവിനെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങേക്ക് സമ്മതമാണെന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആലോചന വ്യക്തമായി നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ആലോചനയുടെ മുൻപിൽ, ആ തീരുമാനത്തിന് മുമ്പിൽ യെസ് പറഞ്ഞ് അതനുസരിക്കുവാനുള്ള ഒരു സമർപ്പണമാണ് ഈ കാലഘട്ടത്തില് ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്, അവിടെ അഭിഷേകം ഒഴുകപ്പെടുന്നത്, അവിടെയാണ് അനുഗ്രഹത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒന്നും കൂടി പറഞ്ഞ് അടുത്തിരിക്കുന്ന ആള് അല്ലല്ല പറയണ്ട, അടുത്തിരിക്കുന്ന ആളോട് പറയാ, ദൈവഹിതത്തിന്റെ മുൻപിൽ പൂർണ്ണമായി വിധേയപ്പെടുക. ബാക്കി ആരും ചെയ്തോളും, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിട്ട് കേട്ടോ, കർത്താവ് പറഞ്ഞത് വിട്ട് പോകരുത്. ഞാനൊരു കാര്യം പറഞ്ഞ അടുത്തതിൽ പെട്ടെന്ന് പോവുകയാണ്. നമ്മൾ ദൈവഹിതം അനുസരിക്കുമ്പോൾ അതിനെതിരെ വരുന്ന ഏത് പ്രശ്നത്തെയും കർത്താവ് കൈകാര്യം ചെയ്തോളും, കർത്താവ് പരിഹരിച്ചോളും. അത് നമ്മുടെ ജോലിയല്ല, അത് കർത്താവ് ചെയ്തോളും. എത്ര അനുഭവങ്ങൾ നമുക്ക് ഇതിനോട് ബന്ധത്തിൽ പറയാനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ, നിറവോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് പെന്തക്കോസ്തിൽ അനുഭവം ഉണ്ടായത്? രണ്ടാമത്തെ കാര്യം എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 1:14 വായിച്ച്, ആ വചനം ഓർക്ക വായിച്ച്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14 വാക്യം. നമ്മുടെ അമ്മയുടെ നേതൃത്വത്തിൽ, നമ്മുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വായിച്ചോ. അമ്മയായ മറിയാമിനോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒത്തുചേർന്ന് അവർ ഏക മനസ്കരായി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ശിഷ്യന്മാർക്ക് പെന്തക്കോസ്തിൽ അനുഭവം ഉണ്ടായതിന്റെ രണ്ടാമത്തെ കാരണം, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ, മധ്യസ്ഥതയാൽ, അമ്മയുടെ നേതൃത്വത്തിൽ ആ ശിഷ്യ സമൂഹം പ്രാർത്ഥിക്കുകയാണ്. ആ സമൂഹത്തിലേക്കാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അപ്പോൾ പെന്തക്കോസ്ത് അനുഭവം ആർക്കുണ്ടാകുന്നത്? പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക്. ആർക്കാണ്? ഇന്ന് അനേക വിഷയം പലരും വന്ന് പറയണം, ബ്രദറെ പല്ല് തേക്കാൻ വരെ നേരെയില്ല, പിന്നെയാണോ? പ്രാർത്ഥനയെക്കുറിച്ച് 100 പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് പുസ്തകവും വായിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്നില്ലെന്ന് മാത്രം. ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാണ്, പ്രാർത്ഥനയുടെ കുറവ് നികത്താൻ ഒരു ഡിഗ്രിക്കും കഴിയില്ല. പ്രാർത്ഥനയുടെ കുറവ് നികത്താൻ ഒരു ആത്മാർത്ഥതയ്ക്കും. ചില ആൾക്കാർ ഭയങ്കര ആത്മാർത്ഥതയാ, പക്ഷെ 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കില്ല. ആത്മാർത്ഥം നമുക്ക് വളരെ ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവശ്യമാണ് എന്ത്? പ്രാർത്ഥന. പ്രാർത്ഥനയുടെ കുറവ് നികത്താൻ ഒരു ദാനധർമ്മത്തിനും കഴിയില്ല. പ്രാർത്ഥനയുടെ കുറവ് നികത്താൻ ഒരു സൽപ്രവൃത്തികൾക്കും കഴിയില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷെ പ്രാർത്ഥന അതാണ് ബേസ്, അതാണ് അടിസ്ഥാനം. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്രകാരമുള്ള സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്? പ്രാർത്ഥിച്ച സമൂഹത്തിലേക്ക്, പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം
അവിടെ 21, 22 വാക്യങ്ങൾ. 21-ാമത്തെ വാക്യം വായിച്ച് വചനങ്ങളിൽ ഉറക്കം വായിച്ച് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എന്താണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്? എല്ലാ ജനങ്ങളും സ്നാനം സ്വീകരിച്ച് യേശുവും സ്നാനം സ്വീകരിച്ചു. അതിനുശേഷം യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. പറഞ്ഞേ, ഒന്നുകൂടെ വാ തുറന്ന് 3 പ്രാവശ്യം പറഞ്ഞേ, യേശു. യേശുവിന് എന്തിനാ പ്രാർത്ഥിക്കേണ്ട ആവശ്യം? പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ അമ്മച്ചി? സാക്ഷാൽ ദൈവം തന്നെയായ ദൈവപുത്രനായ ഈശോയ്ക്ക് പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മിണ്ടുന്നില്ലോ. നമ്മൾ മനസ്സിലാക്കണം. യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം നമുക്കുള്ള ഏറ്റവും വലിയ മോഡലാണ് ആര്? നമ്മുടെ കർത്താവ്. യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ എന്താ ഉണ്ടായത്? സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ, പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കാണ്, പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവാത്മാവിന്റെ അതിശക്തമായ സാന്നിധ്യവും അഭിഷേകവും കടന്നു വരുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ എന്താ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടെ എന്താ വചനം പറയുന്നത്? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, നമുക്ക് സുപരിചിതമായ വചനല്ലേ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:31. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും, ഉറക്കെ പറഞ്ഞവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മ ഇടപെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭാവം ഇന്ന് നമുക്ക് പലപ്പോഴും ഉള്ളതിന്റെ കാരണം എന്താ? നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കാത്തതാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ, പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകരിൽ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളിൽ, പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരിൽ, പ്രാർത്ഥിക്കുന്ന മക്കളിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അധികമായി വെളിപ്പെടും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണ്ട വിധം നമുക്കില്ലാത്തതിന് കാരണം എന്താ അമ്മച്ചി? എന്താ 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 കാരണം? നമുക്ക് ബാക്കി എല്ലാം ഉണ്ട്, എന്ത് മാത്രം ഇല്ല? പ്രാർത്ഥന മാത്രം നമുക്കില്ല. കർത്താവ് 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. എന്തോ ഒരു ശുശ്രൂഷയുടെ തിരക്കുണ്ടെങ്കിലും, എന്തുമാത്രം നമ്മൾ പല കാര്യങ്ങളിലൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു, മാസത്തിൽ 3 ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ 24 മണിക്കൂറും ടീം മുഴുവൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ മാസവും 3 ദിവസം നിങ്ങൾ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന് മഹത്വം കിട്ടാൻ വേണ്ടി ഞാൻ പറയാണ്. എന്നോട് പറയട്ടെ, എല്ലാ മാസവും നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും 3.5 വർഷമായി ഒരു മാസം പോലും മുടക്കാതെ ടീം ആ ദൈവിക കൽപ്പന, ആ കർത്താവിന്റെ ആലോചന അനുസരിച്ച് ദൈവികാന സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് പറയണം, വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, അതുപോലെ കുടുംബ ജീവിതത്തിലെല്ലാം ശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും കൂടുതലായി അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ വരുത്തി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന് യോഗ്യമായ വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. ഇത് ഞാൻ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയ ഒരു കാര്യമാണ്. കർത്താവ് പ്രത്യേക ഒരു ആലോചന തന്ന് നിങ്ങൾ ഇത് അതിന്റെ രീതിയിൽ നിങ്ങൾ അത് വെക്കണം. എന്റെ പ്രിയപ്പെട്ട ഭാരതം മുഴുവൻ ഇതുപോലെ 29 സ്റ്റേറ്റുകളിലും അഭിവൃദ്ധി പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള
പിതാവിന്റെ നിർദ്ദേശപ്രകാരവും ദിവ്യകാരുടെ എഴുന്നള്ളിച്ച് വെച്ച് 17,000 കിലോമീറ്റർ ബൈ കാറില് 40 ദിവസങ്ങളായി 5 ഫേസുകളായി 29 സ്റ്റേറ്റുകളിലൂടെ പരിശുദ്ധ കുർബാനയുമായി ദിവ്യകാരുണ്യവുമായി ഒരു പ്രാർത്ഥിച്ച് ഭാരതത്തിന് ചുറ്റും ഒരു ചെറിയ കോട്ട കെട്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഈ കാലഘട്ടത്തിൽ അസാധ്യമാണെന്ന് അനേകർ പറഞ്ഞിരുന്ന കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ സഭയ്ക്ക് ശബ്ദമായി തീരുവാൻ വേണ്ടി, സഭയുടെ നിലപാടുകളും സഭയുടെ കാഴ്ചപ്പാടുകളും വ്യക്തമായി ജനത്തെ അറിയിക്കുവാൻ വേണ്ടി കർത്താവ് അത്ഭുതകരമായി ഈ നാളുകളിൽ നമുക്ക് അവകാശമായി ഒരു ന്യൂസ് ചാനൽ സ്വന്തമായി ഏൽപ്പിച്ചു തന്നു. അനേകര് പറഞ്ഞു ഈ കാലഘട്ടത്തിലെ ന്യൂസ് ചാനൽ ലൈസൻസ് കിട്ടാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ കൃപയോട് സഹകരിക്കുമ്പോൾ നമുക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ, കൈവിരിക്കുവാൻ നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കർത്താവിന് മുമ്പിൽ തീരുമാനമെടുക്കണം. 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് ഞാൻ അരമണിക്കൂർ ഇനി പ്രാർത്ഥിക്കും. അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ 3/4 മണിക്കൂർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ സമയം വർദ്ധിപ്പിക്കണം. ഞാൻ ചോദിക്കേണ്ടത്, എത്രാമത്തെ പ്രാവശ്യം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ വചന ശുശ്രൂഷ കഴിയുമ്പോൾ എനിക്ക് എന്തുമാത്രം പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നുണ്ട്, എനിക്ക് എന്തുമാത്രം പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണത വർദ്ധിക്കുന്നുണ്ട്, എനിക്ക് എന്തുമാത്രം പ്രാർത്ഥനയിൽ വളരുവാനുള്ള ഒരു സമർപ്പണം വർദ്ധിക്കുന്നുണ്ട്. ഇത് വർദ്ധിച്ചിട്ട് മതി ഇനി അടുത്ത പ്രാവശ്യം വചന ശുശ്രൂഷ കേൾക്കില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ. കുറെ ഇങ്ങനെ വചനം കേട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞ തീരുമാനങ്ങൾ എടുക്കണം. പറഞ്ഞേ, തീരുമാനം എടുക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിപ്പിക്കണം. ഇന്ന് തൊട്ട് വർദ്ധിപ്പിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഞാനൊരു കാര്യം കൂടിയും പറയാണ്, പ്രാർത്ഥിക്കാത്ത ശുശ്രൂഷകരെ ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കളെ കുടുംബത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാത്ത ഭാര്യയും ഭർത്താവും അവരുടെ മക്കളിൽ, അവരുടെ തലമുറകളിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാത്ത ശുശ്രൂഷകരെ ദൈവജനത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ, ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. നമ്മൾ കേട്ടോ, കണക്ക് പറയേണ്ടി വരും. എത്ര സമയ പ്രാർത്ഥിക്കേണ്ട സമയം വെറുതെ അല്ലേ? അല്ലേ സൗകര്യം അല്ലേ? അതുകൊണ്ട് 2017 പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മ നമ്മോട് പറയാ, പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയപ്പെടണം. പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ നയിക്കപ്പെടണം. പ്രാർത്ഥനയുടെ ചൈതന്യത്താൽ നമ്മുടെ സങ്കേത ഭവനങ്ങൾക്ക് ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ടീം ഉണ്ടാവും. നിങ്ങൾ ഇടയ്ക്കപ്പെടുന്നു, പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന് അങ്ങനെ ഒരു സമർപ്പണം നമുക്കുണ്ടാവണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. മെജുകുറിയൻ കുന്നുകളിൽ പരിശുദ്ധ അമ്മ സ്വർഗം വിട്ടിറങ്ങി അമ്മ വരികയാണ്. അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടാണ് അമ്മ ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ നിന്ന്. അമ്മ വിളിച്ചു പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? പ്രേ പ്രേ പ്രേ. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് അമ്മ പറഞ്ഞു, പ്രാർത്ഥനയുടെ ശക്തി ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് കഠിന ഹൃദയങ്ങളെ തുറക്കാമെന്നും, പ്രാർത്ഥനയിലൂടെ യുദ്ധങ്ങളെ തടയാമെന്നും, പ്രാർത്ഥനയിലൂടെ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാമെന്നുള്ള കാര്യം ക്രൈസ്തവര് മറന്നുപോയിരിക്കുന്നത്. അമ്മ പറഞ്ഞു, മക്കളെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞത്. ഇന്ന് പല ധ്യാന കേന്ദ്രങ്ങളിലും അഭിഷേകം മങ്ങിപ്പോയതിന് കാരണം എന്താ? ഉറക്കെ പറഞ്ഞേ, പ്രാർത്ഥനയുടെ കുറവാണ്. പല ശുശ്രൂഷകളുടെ ജീവിതത്തിലും അഭിഷേകം മങ്ങിപ്പോയതിന് കാരണം എന്താ? പ്രാർത്ഥനയുടെ കുറവാണ്. പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കൂട്ടായ്മകളിലും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അതിങ്ങനെ മങ്ങി അതിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോയതിന് കാരണം എന്താ? പ്രാർത്ഥനയുടെ കുറവാണ്. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ആരാണ്?
പരിശുദ്ധാത്മാവ് ആര്? പ്രാർത്ഥനയുടെ ആത്മാവാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അതാണ്. പെന്തക്കോസ്ത് അനുഭവം അവർക്ക് ലഭിച്ചതിന് കാരണം അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴാണ് മുഴുകിയിരിക്കാറ്? സീരിയൽ കാണുമ്പോഴോ? സീരിയൽ നമ്മൾ കാണാറില്ല. നമ്മളെപ്പോഴാണ് മുഴുകിയിരിക്കാറ്? പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ മുഴുകിയിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് അമ്മ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗർഭന്ത മെഴുകുരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ, മക്കളെ പ്രാർത്ഥന നിങ്ങൾക്ക് ആനന്ദമാകുവോളം പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞ എന്താ മാതാവ് പറഞ്ഞ? പ്രാർത്ഥന നിങ്ങൾക്ക് നമ്മുടെ വിശ്വാസത്തിൽ 10 മിനിറ്റ് ഇന്നൊരു അനുഭവമില്ല, അന്ന് നാളെ പ്രാർത്ഥിക്കാം, നാളെ പ്രാർത്ഥിക്കാം, ഇന്നൊരു അഭിഷേകില്ല, മറ്റൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പോയി എന്നല്ലാതെ എന്തെങ്കിലും ശരിക്കും അനുഭവം കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അമ്മ പറയാണ്, നിങ്ങൾക്ക് ആനന്ദമാകുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, കൈ കൊടുത്തോണ്ട് പറയാ, പ്രാർത്ഥന ആനന്ദമാകുവോളം പ്രാർത്ഥിക്കുക. പറഞ്ഞേ, പ്രാർത്ഥിക്കുക. തന്നെ പെന്തക്കോസ്താണ് അനുഭവം ഉണ്ടാവുട്ടോ. തന്നെ പെന്തക്കോസ്ത ഉണ്ടാവും. ആ സമൂഹം പെന്തക്കോസ്തയുടെ സമൂഹമായിട്ട് മാറും. ആ പ്രാർത്ഥന ഗ്രൂപ്പ് പെന്തക്കോസ്തയുടെ ശക്തിയിൽ നിറയപ്പെട്ട ഗ്രൂപ്പായിട്ട് മാറും. നമ്മുടെ ജീവിതങ്ങളെല്ലാം പെന്തക്കോസ്തയുടെ ശക്തിയിൽ പുതുക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറും. ഇത് സംഭവിക്കണമെങ്കിൽ രണ്ടാമത്തെ തലം എന്താണ്? പ്രാർത്ഥനയാണ്. അവസാനിപ്പിക്കാൻ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഈശോയ്ക്ക് സമർപ്പിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2:1 എന്താ പറയുന്നത്? പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരു 3 പ്രാവശ്യം പറഞ്ഞു. ഒരുമിച്ച് ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. അതാ ശരിക്കും അകത്തോട്ടങ്ങ് കയറണം. ഉറക്കം പറഞ്ഞേ, ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ച്. അപ്പൊ എങ്ങോട്ടാ പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്? എവിടേക്കാ പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്? അമ്മച്ചി പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാവണം, പെന്തക്കോസ്ത് ഉണ്ടാവണോ? കുടുംബത്തിൽ ഐക്യമുണ്ടാകണം, ബന്ധങ്ങളിൽ ഐക്യമുണ്ടാകണം, കൂട്ടായ്മയിൽ ഐക്യമുണ്ടാകണം. നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഐക്യതയുടെ, സ്നേഹത്തിന്റെ, ഒരുമയുടെ ആത്മാവ് പരിവർത്തിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് എന്താ? ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് ഐക്യതയുള്ള വ്യക്തികളിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലുമാണ്. ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിക്കണം, ഇന്ന് അനേകം മേഖലകളിൽ അഭിഷേകം മങ്ങിപ്പോയതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. അനൈക്യം, ഭിന്നതകള്, സ്വരച്ചേർച്ചയില്ലായ്മകള്. അവിടെ ഐക്യതയുടെ ആ ശക്തിയെ തകർക്കുന്ന വിധത്തിൽ, വിള്ളലേൽപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങള്, പ്രവർത്തികള്. അനേകം കുടുംബങ്ങൾ നമുക്കൊരു സോറി പറഞ്ഞ് തീരുന്ന വിഷയമാണിന്ന് സുപ്രീം കോടതി വരെ. എന്താ കാരണം? ഈഗോ. നിന്റെ വീട് എന്റെ വീട്, നിന്റെ മക്കൾ എന്റെ മക്കള്, നിന്റെ ശമ്പളം എന്റെ ശമ്പളം, നിന്റെ ആൾക്കാർ എന്റെ ആൾക്കാര്, നിന്റെ വീട് എന്റെ വീട്, നിന്റെ എന്റെ ആരും തമ്മിൽ അടി. ഭാര്യയും ഭർത്താവ്. അവിടെ എങ്ങനെ പെന്തക്കോസ്ത് ഉണ്ടാവും അമ്മച്ചി? കേൾക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നമ്മള് നമ്മുടെ വന്ന് നമ്മള് പരിശുദ്ധാത്മാവേ ശക്തി. ഒരു ശക്തി വരില്ല കേട്ടോ, ഒരു ശക്തി വരില്ല. എവിടെ ശക്തി വരും? ശക്തി പോവാന്നല്ലാതെ. അങ്ങനെ അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ച് ഇങ്ങനെ പോയാൽ മതി. ഒന്ന് ചോദിച്ച് നമുക്കൊരു മാറ്റമൊക്കെ വേണം, നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലും അങ്കിള് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മോനെ പ്രാർത്ഥിക്കണം, എന്റെ വീട്ടിലെ എന്റെ ഭാര്യയ്ക്ക്, എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അങ്കിളുടെ സങ്കടം കണ്ടപ്പോ ചോദിച്ചു, അങ്കിളെ എന്ത് രോഗം അങ്കിളെ പിടിപെട്ടിരിക്കണേ? അങ്കിള് പറഞ്ഞു, മോനെ എന്റെ ഭാര്യയുടെ രോഗം ഹിസ്റ്ററി.
ചിന്തിച്ചു, ദൈവമേ കുറെ രോഗങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, ഇതത് ഹിസ്റ്ററി രോഗം. അപ്പൊ ഞാൻ ചിന്തിച്ചു പുതിയ വല്ല സാധനമാവും. കാരണം ഓരോ ദിവസവും പുതിയ പേരെ കേൾക്കണം. സിക്ക, എബോള, പിന്നെന്താണ് ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, എലിപ്പനി, തക്കാളിപ്പനി, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതുപോലത്തെ വേറൊരു സാധനമായിരിക്കും ചിന്തിച്ചു. പെട്ടെന്നാണ് എനിക്കൊരു ഓർമ്മ വന്നത്. അങ്കിളുടെ കുറച്ച് പ്രായമുണ്ട്. ഞാൻ ചിന്തിച്ചു അങ്കിൾ ചിലപ്പോ അറിയാതെ പറഞ്ഞതായിരിക്കാം. അപ്പൊ ഈ സൈക്കോളജിയിലെ ഒരു ചെറിയൊരു മാനസിക ഒരു രോഗമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അങ്കിളെ ഹിസ്റ്റീരിയാണോ? ഹിസ്റ്റീരിയ? അങ്കിള് പറഞ്ഞു ഹിസ്റ്റീരിയ. അതൊക്കെ എനിക്ക് അറിയാൻ പോനെ. ഇത് ഹിസ്റ്റീരിയ, ഇത് ഹിസ്റ്ററിയ. ഹിസ്റ്ററി. അപ്പൊ എനിക്ക് മനസ്സിലായ സംഗതി അങ്കിള് ഉറച്ചിട്ട് തന്നെയാ വന്നിരിക്കണേ. ഞാൻ പറഞ്ഞു അങ്കിളെ പ്രാർത്ഥിക്കാൻ കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാ, പ്രാർത്ഥിക്കാൻ കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാ. ആ രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞുതരാൻ പറ്റും? അങ്കിൾ പറഞ്ഞു അതിനെന്താ മോനെ എന്ന് പറഞ്ഞ് ലക്ഷണങ്ങൾ പറയാൻ തുടങ്ങി. അങ്കിൾ പറഞ്ഞു വീട്ടിലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാ മതി, പിന്നെ എന്റെ ഭാര്യ 28 കൊല്ലത്തെ ചരിത്രം പറയാൻ തുടങ്ങും. അതെ, നിങ്ങളുടെ ആൾക്കാർ ആരാന്ന് എനിക്കറിയാം, ഞാൻ മിണ്ടാതിരിക്കുക കുറെ നാളെ തുടങ്ങിയിട്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. ഞാൻ ക്ഷമിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെ ഈ ഹിസ്റ്ററി, ഈ ചരിത്രം തന്നെ. എത്ര ഭർത്താക്കന്മാർ ഇതുപോലെ കഷ്ടപ്പെടുന്നറിയും, എത്ര ഭാര്യമാർ ഇതുപോലെ കഷ്ടപ്പെടുന്നറിയും. ഈ അങ്കിൾ പറഞ്ഞു എന്റെ പൊന്നു മോനെ, ഈശോയുടെ നാമം വിളിച്ച് എങ്ങനെയെങ്കിലും ഈ ഹിസ്റ്ററി രോഗം ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. ഈ രോഗം പിടിപ്പെട്ട ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? അതായിരിക്കും അവിടെ ഉണ്ടല്ലോ. മോഹലക്ഷണം ചില ശരിയല്ല കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ചില ചേട്ടായിമാരുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ രോഗം കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, നിന്റെ ആൾക്കാരെ എനിക്കറിയാം. മിണ്ടാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ധ്യാനം കൂടി വന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്റെ സ്വഭാവം നിനക്കറിയാലോ, അത് മാറ്റിയിരിക്കട്ടോ. നീ എങ്ങനെ പെന്തക്കോസ്ത് ഉണ്ടാവാൻ പറ്റും? എങ്ങനെ പെന്തക്കോസ്ത് ഉണ്ടാവുക? പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വരില്ല. അവര് ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. സ്നേഹമുള്ളിടത്തേക്ക്, ഐക്യതയുള്ളിടത്തേക്ക്, കൂട്ടായ്മയുള്ളിടത്തേക്ക് സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പ്രിയ സഹോദര, നീ യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്ത് അനുഭവം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹത്തിന്റെ ആത്മാവിൽ നിറയണം, ഐക്യത്തിന്റെ ആത്മാവിൽ നിറയണം, ഒന്നിപ്പിന്റെ ആത്മാവിൽ നിറയണം. ദൈവത്തിന്റെ വചനം പറയാണ് എന്താണ്? അവർ ഒരുമിച്ച്. അതാണ് എന്റെ കാര്യം. ഒരുമിച്ച്. എന്താണ്? ഒരുമിച്ച്. നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ കൂട്ടായ്മ എന്തായിരിക്കണം? ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതിനകത്ത് പിശാച് നുഴഞ്ഞു കയറാൻ നാം ഒന്നിനെയും അനുവദിക്കരുത്. നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ച്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കണം. ഒരു സ്ഥലത്ത് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ ഒരു അങ്കിള് ചാടി എഴുന്നേറ്റോട് പറഞ്ഞു, സന്തോഷേ മോനെ, നീ പറയുന്ന വിഷയങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തില് ഇല്ല. 36 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ സന്തോഷമായി സുന്ദരമായി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അഭിമാനം തോന്നി. ദൈവമേ, ഇങ്ങനെയുള്ള അങ്കിൾമാര് സഭയിലുണ്ടല്ലോ, ഇവരാണ് സഭയുടെ ശക്തി. ഞാൻ പറഞ്ഞ അങ്കിളെ, ആ കുടുംബജീവിതത്തിന്റെ പ്രമാണം എന്നെ ഒന്ന് പഠിപ്പിക്കേ. ആദ്യം എന്റെ വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാനാ. രണ്ടാമത് എനിക്ക് വേറെ വീട്ടുകാരുടെ കുടുംബങ്ങളോട് പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്കിള് പറഞ്ഞു അത് സിമ്പിളാണ് മോനെ. അങ്കിള് പറയാ, അവൾക്ക് അവളുടെ ലോകം, എനിക്ക് എന്റെ ലോകം. എന്റെ ലോകത്തിന് കാലുകുത്താൻ ഞാൻ അവളുടെ ലോകത്തിന് കാലുകുത്താൻ അവൾ എന്നെയും. 36 കൊല്ലമായി ഒരു കുഴപ്പം ഞങ്ങൾ കുടുംബജീവിതത്തില്. ഇതാണോ കുടുംബം? ഇതാണ് ഐക്യത? ഞങ്ങൾ നാട്ടിൽ പിതാവ് പറയുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒരേ കട്ടിലാണ് കിടക്കുന്നത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. എത്ര നാളായി ശരിക്കും ഉള്ളതൊന്ന് സംസാരിച്ചിട്ട്? രണ്ടുപേരും ഒരുമിച്ചാ കിടക്കണേ, പക്ഷെ ശരിക്കും ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി? നോക്കി പിടിപ്പിക്കുക, അത് കൊള്ളാലോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? പെന്തക്കോസ്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ ശുശ്രൂഷകളെ എല്ലാം അത്തരത്തിൽ നിന്ന് ക്രമപ്പെടുത്തുക. പരിശുദ്ധാത്മാവെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, കൃപയുടെ
ആത്മാവായി ഞങ്ങളിലേക്ക് വരണമേ. നമ്മൾ പരിശോധിക്കണം, ഐക്യതയെ തകർക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവ് വെറുക്കുന്ന, കർത്താവിന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന, കർത്താവിന് വളരെ വെറുപ്പുളവാക്കുന്ന 7 കാര്യങ്ങളിൽ ഒരു പ്രധാന കാര്യം എന്താണ്? അവർക്ക് പറയാൻ പറ്റിയത് കർത്താവിന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന, കർത്താവിന്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്ന 7 കാര്യങ്ങള്. സുഭാഷിത സദൃശ്യവാക്യങ്ങൾ 6:16 എന്താ പറയുന്നത്? ആ വാക്യം വായിച്ച് 6:16. അത് കുടുംബജീവിതത്തിലാണ്, വ്യക്തിയിലാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശ്രദ്ധിക്കണം. കർത്താവ് വെറുക്കുന്ന 6 കാര്യമുണ്ട്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടുന്ന് 7 കാര്യമുണ്ട്. മതി 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. അപ്പൊ കർത്താവ് വെറുക്കുന്ന 6 കാര്യമുണ്ട്. 7-മത്തെ കാര്യം വെറുക്കുന്നു മാത്രമല്ല, കർത്താവ് അത് മ്ലേച്ഛമായി കരുതുക. അത് ഏതാണെന്നറിയാം? 7-മത്തത് പറയുന്നത് ആ 6:19 അവസാന ഭാഗത്ത് പറയാണ്, സഹോദരങ്ങൾക്കിടയിൽ കലഹം വിതയ്ക്കുന്നവൻ, ഭിന്നത വിതയ്ക്കുന്നവൻ. കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവര്, അത് ഭാര്യയാകാം, ഭർത്താവാകാം, അപ്പനാകാം, അമ്മയാകാം, മകനാകാം, മകളാകാം, സഹോദരനാകാം, സഹോദരിയാകാം. നിന്റെ കുടുംബത്തിൽ നീ കലഹം വിതയ്ക്കുന്നുണ്ടോ? നീ ഭിന്നത വിതയ്ക്കുന്നുണ്ടോ? അവിടെയുള്ള സമാധാനത്തിന് നീ ഭംഗം വരുത്തുന്നുണ്ടോ? നീ കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാ, നിന്റെ ജീവിതം എനിക്ക് മ്ലേച്ഛമാണ്. മ്ലേച്ഛമായ ജീവിതങ്ങളിൽ എങ്ങനെയാ അഭിഷേകത്തിന്റെ തീ വരിക? സഹോദരർക്കിടയിൽ ഭിന്നത, കലഹമുണ്ടാക്കുന്നവർ വെറുതെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ വളരെ വലിയ അപകടമാണെന്ന് പരിശുദ്ധാത്മ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ബന്ധപ്പെട്ട ഒറ്റ വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂദാസിന്റെ ലേഖനത്തിലോട്ട് വരിക. യൂദാസിന്റെ ലേഖനത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒന്ന് പരിശോധിപ്പിക്കുകയാണ്. പെന്തക്കോസ്തിക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവ് നമ്മളെ ഒന്ന് പരിശോധിപ്പിക്കുകയാണ്. എന്താ അവിടെ വചനം പറയുന്നത്? കർത്താവേ നന്ദി. 19-ാമത്തെ വാക്യം, യൂദാസിന്റെ ലേഖനം 1:19. അവിടെ കർത്താവ് പറയാണ്, ഇവരാണ് പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ആ വർഷനിൽ വായിച്ച് എന്താ പറയുന്നത്? ഇവരാണ് ഭിന്നതകൾ ഉണ്ടാക്കുന്നവർ, ലൗകികർ, പരിശുദ്ധാത്മാവില്ലാത്തവർ. ശ്രദ്ധിക്കണം, ഭിന്നത ആരുണ്ടാക്കുന്നവോ അവരിൽ ആരില്ല? പരിശുദ്ധാത്മാവില്ല. കലഹം ആരുണ്ടാക്കുന്നവോ അവരിൽ ആരില്ല? അസ്വസ്ഥത ആരുണ്ടാക്കും? അത് കുടുംബത്തിലാവാം, സമൂഹത്തിലാവാം, കൂട്ടായ്മയിലാകാം, ജോലി സ്ഥലത്താകാം, ബിസിനസ് സ്ഥലത്താകാം, പള്ളി കമ്മിറ്റിയിലായിരിക്കാം, പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തന മേഖലകളിലായിരിക്കാം. ഞാൻ മൂലം എന്റെ കുടുംബത്തിന്, എന്റെ കൂട്ടായ്മയ്ക്ക്, ഞാനായിരിക്കുന്ന മേഖലകളിൽ ഒരു അസ്വസ്ഥതയോ ഭിന്നതയോ കുത്തിത്തിരിപ്പോ കലഹമോ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ ഞാൻ വരുത്തുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം പറയാ, എന്നിൽ ആരില്ല? പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവില്ലാത്തവരെ അവർ ലൗകികരും അവർ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നവരുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, വില കൊടുത്ത കർത്താവിനെ അനുസരിക്കുന്നവരാകണം. എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും, അതിനെപ്രതി എനിക്ക് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, കർത്താവെ നിന്റെ വാക്കുകളെ ഞാൻ ആചരിക്കും. കർത്താവെ നിന്റെ വചനങ്ങളെ ഞാൻ പ്രമാണിക്കും. കർത്താവെ നിന്റെ വചനങ്ങളെ ഞാൻ അനുസരിക്കും. ഈ ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. 2ാമത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അത് കർത്താവിന് യോഗ്യമായ വിധത്തിലാകണം. എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോവല്ല, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടതുപോലെ വിശുദ്ധനായ പേദരപ്പിയെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്, പ്രാർത്ഥിച്ച് 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 അദ്ദേഹം പ്രാർത്ഥനയായിട്ട് മാറി. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഒരു 4 പേരോട് അതുകൊണ്ട് ഇന്ന് ഉറക്കെ പറഞ്ഞു, പെട്ടെന്ന് സ്മാർട്ടായിട്ട് പറഞ്ഞ്, പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയാവുക. പറഞ്ഞ് പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയാവുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബങ്ങളും സമൂഹങ്ങളും വ്യക്തികളും കത്തും. അവർ സഭയ്ക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറും. അവർ നശിക്കുന്ന ലോകത്തിന് അഭിഷേകമായി മാറും.
അങ്ങനെയുള്ളവരെ ഇന്ന് കർത്താവിന് സഭയ്ക്ക് ആവശ്യമുണ്ടോ? ശ്രദ്ധിക്കണം. മൂന്നാമത് ഒരുമ. കർത്താവ്, എന്റെ കുടുംബത്തിൽ എന്തുമാത്രം ഇന്ന് ഈ വചനത്തിന് സ്ഥാനമുണ്ട്. ഐക്യത, ഒരുമ, സ്നേഹം, കൂട്ടായ്മ, ഒന്നിപ്പ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ഗ്രൂപ്പിൽ, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് എന്തുമാത്രം ഇതിനൊക്കെ സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നൽകിയ ഈ ആലോചനകള് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യേ. കർത്താവ്, എവിടെ എനിക്ക് വിള്ളൽ വന്നിരിക്കണേ, എവിടെ എനിക്ക് കോട്ടം വന്നിരിക്കണേ, എവിടെ എനിക്ക് വിഷയം വന്നിരിക്കണേ, അത് തിരുത്താതെ, അത് പരിഹരിക്കാതെ നമ്മൾ 40 അല്ല 400 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ആ വചനം നമുക്ക് കൃത്യം തരുന്ന അർത്ഥമുണ്ട്. കർത്താവിനായി പിളർക്കപ്പെടാത്ത ഒന്നിലേക്കും കർത്താവിൽ നിന്ന് എന്ത് വരില്ല? അഗ്നി വരില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 15:10 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ദൈവമക്കളെ. അവിടെ ദൈവം അബ്രഹാമോട് പറയാം, അബ്രഹാമേ, നീ ഒരു ബലിപീഠം ഉണ്ടാക്കി നീ എനിക്ക് വേണ്ടി യാഗവസ്തുക്കളെ അർപ്പിക്കണം. കർത്താവ് പറഞ്ഞു, നീ പശുക്കിടാവിനെ കൊണ്ടുവരണം, മുട്ടാടിനെ കൊണ്ടുവരണം, ചെങ്ങാലികളെ കൊണ്ടുവരണം, ഇളം പ്രാവുകളെ കൊണ്ടുവരണം, നീ അവയെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ഒരു സെക്കൻഡ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഇത് ആ ബലിപീഠമാണ്. അബ്രഹാം ഇതാ മുട്ടാടിനെയും പശുക്കിടാവിനെയും ചെങ്ങാലികളെയും ഇളം പ്രാവിനെയൊക്കെ കൊണ്ടുവന്നു. അവയെ അബ്രഹാം മുറിച്ചു. കർത്താവിന് വേണ്ടി അവയെ പിളർന്നു. പിളർക്കുമ്പോ അല്ല, വേദനയാണ്, ശരിക്കും വേദനയാ. കർത്താവിന് വേണ്ടി ആ യാഗവസ്തുക്കളെ, ബലിവസ്തുക്കൾ അബ്രഹാം പിളർക്കുകയാണ്. പിളർന്നവയെ ഭാഗം ഭാഗമായി വെച്ചു. എന്നാൽ 10ാമത്തെ വചനം പറയുന്നുണ്ട്, അവൻ പക്ഷികളെ മാത്രം പിളർന്നില്ല. എല്ലാവരും പറഞ്ഞേ, ഇളം മുട്ടാടിനെയും പശുക്കിടാവിനെയും ഒക്കെ അബ്രഹാം പിളർന്നു. എന്നാൽ പക്ഷികളെ മാത്രം അവൻ പിളർന്നില്ല. കർത്താവിന് ഇന്ന് വേണ്ടത് ഈ പക്ഷികളെയാണ്. പ്രൈസ് ദി ലോർഡ്. 99% കർത്താവിന് വിട്ടുകൊടുത്തു. ഒന്ന് നീ നിനക്ക് വേണ്ടി പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഒന്ന് നിനക്ക് വേണ്ടി ഇതും കൂടി അങ്ങ് കൊടുത്താ പിന്നെ എനിക്ക് എന്താ ഉള്ളത്? അല്ലേ? എനിക്ക് വേണ്ടി എന്തെങ്കിലും പോർഷൻ മാറ്റിവെച്ചിട്ടുണ്ടോ? എന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, എന്റെ ചില സുഖങ്ങൾക്ക് വേണ്ടി, എന്റെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, എന്റെ ചില ഉന്നമനങ്ങൾക്ക് വേണ്ടി, എന്റെ ചില ഇച്ഛകൾക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. എന്താ ദൈവത്തിന് തിരുവെഴുത്ത് പറയും? 17ാമത്തെ വാക്യത്തിൽ പറയാ, സന്ധ്യയായപ്പോൾ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. ഈ അഗ്നി എന്താ ചെയ്തെന്നറിയോ? പിളർക്കപ്പെട്ട യാഗവസ്തുവിലൂടെ അഗ്നി കടന്നുപോയി. പിളർക്കപ്പെടാത്ത പക്ഷിയുടെ മേൽ അഗ്നി ഇറങ്ങി വന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രിൻസിപ്പളാണ്. ഇന്ന് സ്വർഗത്തിന്റെ അഗ്നി പലപ്പോഴും ഇറങ്ങി വരാത്തത് എന്താ കാരണം? നമുക്ക് കുദാശകളുണ്ട്, നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന അർപ്പിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതുപോലുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിനായി പിളർക്കാത്ത എന്തെങ്കിലും ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. വചനം പറയെ, പിളർക്കപ്പെടാത്ത യാഗവസ്തുവിന്മേൽ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങിയില്ല. അതുകൊണ്ട് നമ്മളൊരു പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയാം, മക്കളെ, ഈ അഗ്നി എന്റെ കയ്യിലുണ്ട്, ഞാൻ ഈ അഗ്നി നിങ്ങൾക്ക് തരാം. പക്ഷേ നിങ്ങളെല്ലാം മുറിക്കണം, എനിക്ക് വേണ്ടി എല്ലാം മുറിക്കണം. മുറിക്കപ്പെടാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. 2, നീ ഐക്യതയുടെ സ്നേഹത്തിന്റെ ആത്മാവിൽ നീ വളരണം. 3, നീ പ്രാർത്ഥനയിൽ ആഴപ്പെടണം. 4, എന്ത് വില കൊടുത്തും നീ എന്റെ വാക്കുകളെ അനുസരിക്കണം. അപ്രകാരമുള്ള ജീവിതത്തിൽ പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ ജീവിതം ഈ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കതിനായിട്ട് ഒരുങ്ങാം. കർത്താവിന്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ കേട്ട ഈ വചനം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട വന്യനായ അമ്പാച്ചനെ നമ്മുടെ ഈ സമ്മാനങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആശംസകളും
നമ്മുടെ ഹൃദയം നിറഞ്ഞിട്ടുള്ള നമ്മുടെ അനുഗ്രഹ ആശംസകളെല്ലാം നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പിതൃതുല്യനായ നമ്മുടെ എല്ലാവരുടെ ആത്മീയ ആചാര്യനായ നമ്മുടെ വന്യനായ നമുക്കൊരു അനുഗ്രഹമായി ദൈവം നിയോഗിച്ചു തന്ന പ്രിയപ്പെട്ട റംബാച്ചനെ സമർപ്പിച്ച എല്ലാവിധ ജന്മദിനത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.